ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ രാജുവിൻ്റെയും ഋതികയുടെയും വിവാഹം കഴിഞ്ഞപ്പോൾ മുതൽ സമനില തെറ്റിയവരെ പോലെ പെരുമാറുകയാണ് രമ്യ. രമ്യയുടെ അവസ്ഥ കണ്ട് രുക്മിണിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. തുടർന്ന് രുക്മിണി അംബികയെ വിളിക്കുന്നു. അംബികെ, എൻ്റെ മോളുടെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പോലും സാധിക്കുന്നില്ല. ഇപ്പോൾ ഒരു ഭ്രാന്തിയെ പോലെയാണ് എൻ്റെ മോള്. ഒന്നും മിണ്ടുന്നുമില്ല, പറയുന്നുമില്ല, ഭക്ഷണം പോലും കഴിക്കുന്നുമില്ല. ആത്മാർത്ഥമായിട്ടുള്ള പ്രണയം ചതിക്കപ്പെട്ടാൽ ഇങ്ങനെയൊക്കെയാണ് രുക്മിണിയെന്ന് അംബികയും പറയുന്നു. ആ ഋതികയെ എങ്ങനെയെങ്കിലും നിങ്ങൾ അവിടെ നിന്ന് വിളിച്ചു കൊണ്ടുപോ. നന്ദി കെട്ടവനാണെങ്കിലും ആ രാജുവിനെയും ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും തിരികെ തരാനായി പറയുകയാണ് രുക്മിണി. പിന്നീട് കാണിക്കുന്നത് ഹരീഷിനെയും ശ്രീലക്ഷ്മിയുമാണ്. തെറ്റ് ചെയ്തത് നിന്റെ ഏട്ടനാണ്. അത് ക്ഷമിക്കാൻ പറ്റുന്ന തെറ്റൊന്നുമല്ല നിന്റെ ഏട്ടൻ ചെയ്തത്. അതൊരു വലിയ ചതി തന്നെയാ. ഞാനെന്താണെങ്കിലും അതൊരിക്കലും സഹിക്കില്ലെന്ന് ഹരീഷ് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ഋതികയും രാജുവിനെയുമാണ്. വിവാഹം കഴിഞ്ഞെങ്കിലും എനിക്ക് അല്പം കൂടി സമയം വേണം എല്ലാത്തിനോടും ഒന്ന് പൊരുത്തപ്പെടാൻ. അതുവരെ പഴയതുപോലെ തന്നെയായിരിക്കും നമ്മളെന്ന് പറഞ്ഞുകൊണ്ട് നിലത്ത് പാവിരിച്ച് കിടക്കുകയാണ് രാജു. വിഷമത്തോടെ കിടക്കുന്ന ഋതികയെ കാണിച്ചുകൊണ്ട് പ്രൊമോ വീഡിയോ ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ ബിറ്റ്സിനെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.